പ്രതാപ സാറിനൊരു കത്തുണ്ടല്ലോ, ഹൈദരാബാദിന്നാ. സാറിന്റെ മേശപ്പുറത്ത് വെച്ചേക്ക്. അല്ലെങ്കിൽ വേണ്ടെങ്കിതാ. പ്രണയമഴ പെയ്തിറങ്ങിയ ക്യാമ്പസ് നാടുകളിൽ സൗഹൃദമായി ചേർന്ന് നടന്നെന്റെ പ്രചോദനമായവനെ കാക്കി വേഷം നിനക്ക് കൽപ്പിച്ചു നൽകിയ ഗൗരവം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിലേക്ക് നമ്മൾ വീണ്ടും ഒന്നിക്കുന്ന ജൂലൈ 14 ഞാൻ നിന്റെ മാളവിക എത്തുന്നു. എന്താ ചേച്ചി മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? പെട്ടെന്ന് മൂഡ് ഓഫ് ആയതുപോലെ. സബി എനിക്ക് തോന്നിയതാവും. എനിക്കിപ്പോ നല്ല മൂടാ. മാത്രമേ ആരായിരിക്കും അത്? എങ്ങോട്ടാ ചേച്ചി? ഞാനിപ്പോ വരാം. ഇതിലെന്തോ പന്തേടുണ്ടല്ലോ. വിവാഹത്തിന്റെ ചരടുകൾ ബന്ധിക്കാത്ത ഫ്രീ ബേഡായ ഞാൻ നിന്റെ നമ്പർ ഫേസ്ബുക്കിൽ തപ്പി കിട്ടാത്തപ്പോഴാണ് ഈ തൂലിക രചിക്കുന്നത്. ജൂലൈ 14 നമ്മുടെ ആഘോഷരാവാണ്. അന്ന് നിന്റെ പ്രിയതമയ്ക്കടുത്തേക്ക് അയക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ പുറം ലോകം അറിയാതെ നമ്മൾ ഒന്നിച്ച് പഴയ കാലത്തിന്റെ തുടിപ്പുകളുമായി അയ്യോ എന്നെന്നും പ്രിയപ്പെട്ട എന്റെ മാളവിക. കർത്താവേ, എന്റെ മനസ്സിന്റെ നേരുകൊണ്ട ഈ കത്ത് എന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടത്. മാളവിക, ഈ പേര് പണ്ട് എപ്പോഴോ പ്രതാപേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആലിസേ, എന്നോടൊപ്പം പോലീസിലുണ്ടായിരുന്ന ബൈജു ഇല്ലേ? നിനക്കറിയില്ലേ? നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ക്വാർട്ടേഴ്സിന്റെ അപ്പുറത്ത് താമസിച്ചിരുന്ന ബൈജു. അവന്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞ. കുഞ്ഞിനിടാൻ അവനൊരു പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാളവിക. എനിക്ക് വലിയ ഇഷ്ടമുള്ള പേരാ മാളവിക. ആലിസേ, നിങ്ങൾ പെണ്ണുങ്ങളുടെ സുവർണകാലം എന്ന് പറയുന്നത് ഒരു 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ. ഇതിനിടയിൽ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളും കൂടി ആയാൽ നിങ്ങൾ ആര് ശ്രദ്ധിക്കാനാ? എന്നാൽ ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെയല്ല. 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഞങ്ങൾ ചെറുപ്പക്കാരാ. ആരോഗ്യമുള്ള ശരീരവും പ്രണയാതുരമായ മനസ്സും. നീ പറഞ്ഞ വിശ്വസിക്കൂല ആലീസേ. ഇന്ന് എനിക്ക് വിമൻസ് കോളേജിന്റെ ഫ്രണ്ടിലായിരുന്നു ഡ്യൂട്ടി. ഞാനൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് ചോദിക്കുക, ചേട്ടാ ഇന്നിവിടെ സിനിമ ഷൂട്ടിംഗ് ഉണ്ടോന്ന്. ശരിക്കും എനിക്കൊരു സിനിമാ നടന്റെ ഗ്ലാമർ ഉണ്ടല്ലേ? അങ്ങനെ വരട്ടെ. അതാണ് പ്രതാപേട്ടൻ മോൾക്ക് മാളവിക എന്ന പേരിടാൻ നോക്കിയത്. പ്രതാപേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യൂ? എന്നെ മോളെ വഞ്ചിച്ചിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റിയല്ല. നിനക്ക് സുഖമില്ലേ? എന്നെ ഒരു സൂക്കേടുകാരിയൊക്കെ മാറ്റണം, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? നിനക്ക് എന്ത് പറ്റി? ഇതേ കൂടുതൽ എന്ത് പറ്റാൻ? വല്ലതുകൊണ്ടേ പറ. എനിക്ക് വളച്ചിട്ടിയുള്ള ശീലമൊന്നുമില്ല. വളച്ചിട്ട് അറിയാത്ത ഒരാള് വളയ്ക്കാൻ ബിരുദനാ പ്രതാപേട്ടൻ. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി. അത് ശരി. അപ്പൊ എന്നെ കെട്ടിയത് അബദ്ധമായിട്ട് പ്രതാപേട്ടന് തോന്നി തുടങ്ങിയോ? നീ ചുമ്മാ അങ്ങും തൊടാതെ സംസാരിക്കരുതേ.
അങ്ങും തൊടാത്ത ഒരാളും ദേ എന്നെ കൂടെ പറയിപ്പിക്കില്ലേ. ആലിസ, നീ വല്ലതും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. തെളിച്ചല്ല, തെളിവോടെ തന്നെ പറയാം. തെളിവോടെ? അതെ, മാളവിക. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പേര്? ആ, കേട്ടിട്ടുണ്ട്. ഏതോ ഒരു നാടക ട്രൂപ്പിന്റെ പേരല്ലേ? ഒക്കെ ഒരു നാടകമാണെന്ന് എനിക്കറിയാം. എന്റെ മനസ്സിന്റെ നേരുകൊണ്ടാ കർത്താവ് എനിക്കത് ബോധ്യപ്പെടുത്തി തന്നത്. നീ മനുഷ്യനെ ഭ്രാന്തെടുപ്പിക്കല്ലേ. എന്ത് ബോധ്യപ്പെടുത്തി തന്നു എന്നാ നീ പറയുന്നത്? എല്ലാം ബോധ്യപ്പെടുത്തി തന്നു. ആലിസ, നീ ആദ്യം പോയി ചായ എടുത്തോ. ഇവളെന്തോ ഈ പറയുന്നേ? മാളവികേ? മാളവിക കുടിച്ചോണ്ട് ആലോചിക്കും, പിടിയിട്ടു. പൂച്ച പാല് കുടിക്കുന്ന ആരും അറിയുന്നില്ലെന്നാ വിചാരം. നീ വല്ലതും ഇപ്പൊ പറഞ്ഞോ? പൂച്ച ചായ കുടിച്ചിട്ടാ കപ്പിങ്ങിതാ. പൂച്ച? എന്ത്? മാളവിക, മാളവിക. നിന്നെ ഞാനെന്തോ മനസ്സിലാക്കിയെന്നുള്ള ടെൻഷനാ. സാധാരണ പുതിയ പോലെ ചീറിക്കടിക്കാൻ വരുന്ന ആള് മാളവിക എന്ന പേര് കേട്ടപ്പോ തന്നെ പതറി. മാളവികയുടെ കാര്യം നിൽക്കണോ? മാളവിക എന്ന പേര് കേട്ടപ്പോ പ്രതാപൻ എന്താ ചെവിക്കകത്ത് കയറിയിരുന്ന് കുവിയലാരും ഞെട്ടും. ഇനി കൂടുതൽ ഓർത്തോർത്ത് ഞെട്ടണ്ട. വന്ന് കഞ്ഞി കുടിക്കാൻ, വന്ന് കഞ്ഞി കുടിക്കാൻ. എടുത്തു വെയ്. ആ, കറിക്ക് ഉപ്പ് പോരാ. കൂടുതൽ ഉപ്പ് തന്നിട്ട് വെള്ളം കുടിക്കും. എങ്ങനെ? വെള്ളം കുടിക്കേ. ഞാൻ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയല്ലേ. എങ്ങനെയുണ്ട് കഞ്ഞി? നീ ചോറിൽ ചൂടുവെള്ളം ഒഴിച്ചുണ്ടാക്കിയ കഞ്ഞിയല്ലേ? ഒരു രുചിക്കുറവ്. രുചിക്കുറവ് തോന്നും, കാരണം കഞ്ഞി ഉണ്ടാക്കിയത് ആലീസാണല്ലോ. എല്ലാ ദിവസവും കഞ്ഞി ഉണ്ടാക്കുന്ന നീയല്ലേ? ഇനി മുതൽ വേറെ കഞ്ഞി കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ പ്രതാപേട്ടന്? ഇല്ല. തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ മാറിത്തരാം. മാറിത്തരാനാ? എന്റെ ആലിസേ, നീ എന്നെ വെറുതെ ചുണ്ടി പിടിപ്പിക്കാനല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇന്ന് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നോട് ദേഷ്യപ്പെടുമെന്ന് നീ വിചാരിക്കണ്ട. പറഞ്ഞോ, മുള്ളും മുനയും വെച്ച് നീ എന്ത് വേണേലും പറഞ്ഞു. കുറച്ച് കഞ്ഞി കൂടി ഒഴി, നല്ല കഞ്ഞി. കഞ്ഞി പോരെന്നല്ലയോ പറഞ്ഞേ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, നീ ഒഴി. വേണ്ട, അത് മതി. മതിയെങ്കിൽ മതി. ആലിസ് എന്തോ മനസ്സിട്ടുണ്ടോ സംസാരിക്കുന്നു? മാളവിക ആരാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കൃഷ്ണ. കൃഷ്ണൻ വന്ന് കിടന്നോ? കൃഷ്ണന്? ശ്രീകൃഷ്ണൻ. പുള്ളിക്കാരന്റെ സ്വഭാവമാണല്ലോ. പുള്ളിക്കാരന്റെ ഏത് സ്വഭാവം എനിക്കുള്ളത്? അതിന് ഞാൻ പറഞ്ഞു തന്നിട്ട് അറിയണോ? കുറെ നേരമായിട്ട് നീ
സംതൃപ്തമായ ഒരു കുടുംബ ജീവിതത്തിന് ആത്മസംയമനം വളരെ വളരെ നല്ലതാണ്. നീ വാ, അടുത്തു വന്നിരി. വേണ്ട. ആക്ച്വലി എന്താണ് പ്രശ്നം? തുടരുത് കേട്ടോ. എന്താ പെട്ടെന്ന് ഇങ്ങനെ? ഇപ്പൊ ഇങ്ങനെയൊക്കെയാ. തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി. പോരാ, എന്താ കാര്യം എനിക്കറിയണം. അതൊക്കെ മോളപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നു. അല്ല പിന്നെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. ആ ഒരു അതിര് എനിക്ക് അല്പം കൂടി പോയതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ ഈ പാതിരാത്രിക്കാണ് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിയനെ. എന്റെ കൃഷ്ണ, എന്റെ കർത്താവേ, നീ എന്ത് ഭാവിച്ച എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? പ്രതാപേട്ട ലൈറ്റ് അണിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ സ്റ്റേഷനിൽ പോണ്ടേ? വേണ്ട, ഇതിന്റെ കാര്യം അറിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. പ്ലീസ്, തൽക്കാലം എന്നോടൊന്നും ചോദിക്കരുത്. നാളെ നേരം വിളിക്കട്ടെ, കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമാവും. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒരു ചെറിയ പ്രേമമുണ്ട്. പക്ഷെ അവളുടെ പേര് സുഹറേന്നായിരുന്നല്ലോ. പിന്നെ ഇതേത്? 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഒരുത്തിയ ലൈൻ അടിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. മാളവിക. ഇപ്പോഴും അവളുടെ പേര് കേൾക്കുമ്പോ നീർന്നുണ്ടല്ലേ? ഓ എന്റെ പൊന്നു, എനിക്കറിയില്ല ഈ മാളവിക അഗ്നിമിത്രത്തെ. നീ ഒന്ന് മനസ്സിലാക്കി. ഇനി ഇന്ന് രാത്രി നമ്മൾ തമ്മിൽ ഇതേ കുറിച്ച് സംസാരിക്കുന്നില്ല. ഗുഡ് നൈറ്റ്. സബീനെ, ഞാനൊരു സാധനം വായിച്ചു കേൾപ്പിക്കാം. സബീനയ്ക്ക് എന്താ തോന്നേന്നൊന്ന് പറയണം. പ്രണയമഴ പെയ്തിറങ്ങിയ ക്യാമ്പസ് നാളുകളിൽ സൗഹൃദവുമായി ചേർന്ന് നടന്ന് എന്റെ പ്രചോദനമായവനെ. ഇതൊരു ഉഗ്രൻ പ്രേമലേഖനാണല്ലോ ചേച്ചി. ഇതെന്താ ചേച്ചി പണ്ട് പ്രതാപ സാറിന് കൊടുത്തതാണോ? സബീന ഒന്നോടൊന്ന് ആലോചിച്ചേ. സൗഹൃദമായി ചേർന്ന് നടന്നവനെന്നല്ലേ? ഫ്രണ്ട്ഷിപ്പ് ആയിക്കൂടെ? സൗഹൃദമായി ചേർന്ന് നടന്ന് പ്രചോദനമായവനെ എന്നല്ലേ? ചേച്ചി നിറം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഇങ്ങനെയല്ലേ? സൗഹൃദമായി കൂടെ നടന്ന കുഞ്ചാക്കോ ബോബനും ശാലിനിയും ഒടുക്കം പ്രേമമായില്ലേ? അത് തന്നെയാ ഇതും. ഒരു കാമുകിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂ. ഞാൻ ഒരു ഭാഗം കൂടി വായിച്ച് കേൾപ്പിക്കാം. ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ പുറം ലോകം അറിയാതെ നമ്മൾ ഒന്നിച്ച് പഴയ കാലഘട്ടത്തിന്റെ തുടുപ്പുകളിലേക്ക് മുങ്ങാങ്കുഴിയിടാം. ചേച്ചി, ഇത് എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാ. എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? ആ മുങ്ങാങ്കുഴി ഇടാന്ന് പറയുന്നതിനകത്തേ എല്ലാം ഉണ്ട്. അയ്യോ, ഇതിനകത്ത് ഇത്ര ആലോചിക്കാനൊന്നും ഇല്ല. ഒരു കാമുകി വർഷങ്ങൾക്ക് ശേഷം തന്റെ കാമുകന് എഴുതുന്ന കത്താ ഇത്. അവർക്കൊന്നിച്ച് ഒരു ദിവസം താമസിക്കണം. സബീനെ, ഇന്ന് എത്രയാ തീയതി? ജൂലൈ 13. ആലീസ് എന്താ ഇന്ന് ഇത്ര നേരത്തെ? നേരത്തെ പോയാൽ അത്രയും പ്രശ്നം കുറഞ്ഞിരിക്കും. നിന്റെ മനസ്സിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് പറയ്. എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. പിന്നീട് ആവർത്തിക്കാതിരിക്കാം. നിനക്ക് എന്നെ തിരുത്താം. ശരിയും തെറ്റും തിരിച്ചറിയാൻ പ്രായമായ ഒരാളെ ഇനി തിരുത്തേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പിന്നെ ഇന്ന് ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ചിലപ്പോൾ തീരുമാനം രാത്രിയാവും. ചിലപ്പോ രാത്രി വന്നില്ലെന്നും ഇരിക്കും. ഇന്നലെ ജൂലൈ 14. പഴയ ഓർമ്മകളിലേക്ക് മുങ്ങാങ്കുഴി ഇടണ്ടേ? നീ എന്താ കവിത ചൊല്ലാനും തുടങ്ങി?
ഇനി പലതും പറയാൻ തുടങ്ങും. അപ്പൊ ഭ്രാന്താണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ മെന്റൽ ഹോസ്പിറ്റലിലാക്കാലോ. മാനസിക രോഗിയായ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പിന്നെ ഒരു തടസ്സമില്ലല്ലോ. നിനക്കിത് എന്ത് പറ്റി ആലിസേ? ഒരു കാര്യം ഞാൻ പറയാം. ഇന്നത്തെ നിങ്ങളുടെ മീറ്റിങ്ങിന് പ്രതാപേട്ടൻ പോയാൽ തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടാവില്ല. സബ് ഇൻസ്പെക്ടർ പ്രതാപേന്ദ്രൻ വന്നില്ലേ? സാറ് വീട്ടിൽ നിന്ന് എത്തിയിട്ടില്ല. എന്താ കാര്യം? ഞാൻ പ്രതാപേന്ദ്രന്റെ ഒരു ഫ്രണ്ടാ, പേര് സിദ്ധാർത്ഥൻ. ഇത് പ്രതാപൻ സാറിന്റെ വൈഫാ, ആലീസ്. കക്ഷിയാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രതാപ സാറ് തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചതല്ലേ? മാരേജിന്റെ സ്ട്രഗിളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. യാത്രയിലായിരുന്നതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ യാത്രകൾ. അവനെ പോരും. സോറി, പ്രതാപ സാറെ പോരും. ഇപ്പൊ വരേണ്ടതാ. ഇന്ന് വൈകിട്ട് കോളേജിൽ വെച്ച് 2001 ബാച്ചിന്റെ മീറ്റിംഗ് ഉണ്ട്. അതിന് വന്നതാ. അളിയന്റെ സോറി, പ്രതാപ സാറിന് നമ്പറും തരാമോ? 9447272179. ഈ സ്റ്റേഷന്റെ പേരെന്താ? തച്ചങ്കോട്. ഓക്കെ. ഹലോ, തച്ചങ്കോട് പോലീസ് സ്റ്റേഷനിലെ SI പ്രതാപചന്ദ്രൻ അല്ലേ? അതെ, ആരാണ്? ഈ ശബ്ദം കേട്ടിട്ട് വല്ല പരിചയമുണ്ടോ? സോറി, എനിക്ക് മനസ്സിലായില്ല. ഞാൻ താങ്കളുടെ സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്. എനിക്ക് സാറിന് അത്യാവശ്യമായി ഒന്ന് കാണണമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി 10 മിനിറ്റ് സ്റ്റേഷനിലെത്തും. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അവനെന്നെ മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? 10 മിനിറ്റിനകം ഇങ്ങെത്തുമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. എന്തായാലും കഴിച്ചിട്ട് വരാം. ഇങ്ങോട്ട് മേടിപ്പിക്കാം. ഓ നോ താങ്ക്സ്, ഞാൻ പോയി കഴിച്ചോളാം. ശരി എന്നാ. ആരാ എന്നെ കാണാൻ വന്ന ഗസ്റ്റ്? ഫ്രണ്ടാണെന്ന് പറഞ്ഞു, പേരെന്തോ പറഞ്ഞു മറന്നു. നീ എന്താ റെക്കോർഡ് ചെയ്ത പോലെ സംസാരിക്കുന്നേ? മനസ്സിൽ പിടിക്കാത്ത ആൾക്കാർ സംസാരിക്കുന്നത് കൃത്രിമാണെന്ന് തോന്നും. ആലിസേ, 1-2 ദിവസമായിട്ട് ഞാൻ സഹിക്കുന്നു. അതിനേക്കാൾ ഞാൻ സഹിക്കുന്നുണ്ടെന്ന് കൂട്ടിക്കോ. നീ എന്താ സഹിക്കുന്നത്? ഒരു കാര്യമില്ലാതെ മാനസിക രോഗികളെ പോലെ പിറുവിടുത്ത് നടക്കുന്ന എന്താണെന്നാ ചോദിച്ച? കാര്യമുണ്ട്. എങ്കിലേ എന്താണെന്ന് പറ. ഞാൻ എന്റെ തലയിൽ തീ ഒന്ന് ഇറക്കി വെക്കട്ടെ? അതിനേക്കാൾ വലിയ തീയുമായിട്ടാ ഞാൻ നടക്കുന്നത്. എന്ത് തീ? ഇന്നാ പഴയകാല ഓർമ്മകൾ പുതുക്കുമ്പോ ഇതും കൂടി കൊണ്ട് കൊടുത്തേക്ക്. ആലിസ, മാളവിക, ഇതായിരുന്നു നിന്റെ പ്രശ്നം? ഈ മാളവികയാണ് നിന്റെ ഉറക്കം കെടുത്തിയേ? ഇത് കോളേജിൽ ഒന്നിച്ചുണ്ടായിരുന്ന എന്റെ സുഹൃത്തിന്റെ കത്താ. ഇത് കത്തല്ല, കവിതയാ. കവിത പോലെ വായിക്കണം, അല്ലാതെ പ്രണയമഴ പെയ്തിറങ്ങിയ ക്യാമ്പസ് നാളുകളിൽ അങ്ങനെയല്ല. പ്രണയമഴ പെയ്തിറങ്ങിയ ക്യാമ്പസ് നാളുകളിൽ സൗഹൃദമായി ചേർന്ന് നടന്നു പ്രചോദനമായവനെ, കാക്കിവേഷം നിനക്കായി കൽപ്പിച്ചു നൽകിയ ഗൗരവം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിലേക്ക് നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു. ജൂലൈ 14-ന്. എന്തുവാടോ ഇത്? മൂടിയും പോയി വയറും തള്ളി നീ കിളവനായല്ലോടാ. കല്യാണം കഴിക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരാ ഉള്ളത്? ഇതെന്റെ ഫ്രണ്ടാ, ഈ കത്ത് കവിതയുടെ സൃഷ്ടാവ്, മാളവിക എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന സിദ്ധാർത്ഥ് വിജയ്. ഇതേ കവിതയായിട്ടാ ചൊല്ലേണ്ടത്. ഒന്ന് ചൊല്ലിയേ. വേണോ? ചൊല്ലിയേ. പ്രണയമഴ പെയ്തിറങ്ങി